നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയുള്ളൊരു പൈപ്പ്, അതായത് ഇത് കുഴൽ കിണറിൻ്റെ പൈപ്പാണ്. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു പോർഷനിൽ ഫ്രണ്ട് ഏരിയയിൽ ഇങ്ങനെ പൈപ്പ് ഇതുപോലെയുള്ള പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ലൊരു ട്രിക്കാണ് കേട്ടോ ഷെയർ. അപ്പോൾ ഈ ഒരു കുഴൽ കിണറിൻ്റെ പൈപ്പ് എന്ന് പറയുന്നത് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെച്ചത് ഈ ഒരു രീതിയിലാണ്, അതായത് ഗ്രീൻ നെറ്റ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കാഡ്സ്ലോ പറഞ്ഞ ക്ലൈമ്പിംഗ് പ്ലാന്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ആയ ഒരു പ്ലാന്റിനാണിത്. അത് ഇവിടെ സെറ്റ് ചെയ്ത് ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം, അതായത് ഒരു 6 മാസത്തിന് ശേഷം ഇവിടെ എങ്ങനെയുള്ളത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു പൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പൈപ്പ് പെട്ടെന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ഇനി കുറച്ച് സമയം തീർന്നാലേ അത് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യും. ഇനി അത് ഏത് രീതിയിൽ, അതായത് ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ ഇത് നിർത്താൻ പറ്റും. അതായത് റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെ നമുക്കിത് നിർത്താൻ പറ്റും. ഇത് നമ്മുടെ വീട്ടിൽ കോട്ടയാട് സെറ്റ് ചെയ്തതിൻ്റെ അടുത്ത് വന്ന പില്ലറിനോട് ബന്ധപ്പെട്ട ഒരു പൈപ്പാണ്. അതായത് മുകളിൽ വെള്ളം ഇറങ്ങാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഇതും ഒരു വൃത്തികേടുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഇതും ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചത് ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റ് വെച്ചിട്ടാണ്. ഒരു 5-6 മാസം കഴിഞ്ഞാൽ ഇത് നല്ല തിക്നെസ് ആയിട്ട് വളരുന്നതാണ്.